നാളെ ഉത്തർപ്രദേശിൽ സന്ദർശനം നടത്താനിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശനം റദ്ദാക്കിയിട്ടുണ്ട്. കാശ്മീരിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ ഇന്ന് മോദി ശരിക്കും സൗദി അറേബ്യയിൽ ഉണ്ടാവേണ്ടതാണ്. ഇന്ന് മുഹമ്മദ് ബിൻ സൽമാനുമായിട്ടുള്ള അത്താഴ വിരുന്നിൽ പങ്കെടുക്കേണ്ട മോദി ഇന്ന് പുലർച്ചെ സന്ദർശനം റദ്ദാക്കി വന്നതാണ്. അപ്പോൾ നാളെ യു പിയിലും പോകുന്നില്ല. യോഗിയും മോദിയും കൂടെ ചില യോഗങ്ങളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നതാണ്. അതും റദ്ദാക്കി മോദി ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. വൈകുന്നേരം മന്ത്രിസഭയുടെ സുരക്ഷാ ഉപസമിതിയുടെ യോഗം ചേരുന്നുണ്ട്. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ ഇന്ത്യ തീരുമാനിക്കും. ചിലപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഉഭയകക്ഷി ബന്ധം തന്നെ നിർത്തും. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് അടച്ചു പൂട്ടിയേക്കും എന്നുവരെ കേൾക്കുന്നുണ്ട്. അതായത് ഹൈക്കമ്മീഷൻ ഓഫീസ് അടയ്ക്കും. പിന്നെ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കും എന്ന് കേൾക്കുന്നു. കർത്താപൂർ ഇടനാഴി സിഖുകാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വിശുദ്ധ സ്ഥലം, ഒരു ഇടനാഴി ഇന്ത്യയിൽ നിന്ന് കയറി, അതെ, ഒരു 3 മൈൽ ഇടനാഴി. ഗുരുദാസ്പൂരിൽ നിന്നുള്ളവർ അപ്പുറത്തെ ഗുരുദ്വാര സന്ദർശിക്കാൻ വേണ്ടി ഇല്ലാതെ കയറി പോവാം. പക്ഷേ ഈ നദീജല കരാർ റദ്ദാക്കുക എന്ന് പറയുന്നത് കുറെ കടുത്ത സംഭവമായിരിക്കും. കാരണം അത് ലോകബാങ്ക്, 2 രാജ്യങ്ങളും തമ്മിൽ ലോകബാങ്ക് ഇടപെട്ടുണ്ടാക്കിയിട്ടുള്ള കരാറാണത്. അതായത് കിഴക്കൻ പുഴകൾ, പടിഞ്ഞാറൻ പുഴകളും ഉണ്ട്. കിഴക്കൻ പുഴകളിൽ ഒരു നിയന്ത്രണമില്ലാത്ത അവകാശം ഇന്ത്യക്കുണ്ട്. പടിഞ്ഞാറൻ പുഴകൾ പാകിസ്ഥാനാണ് അതിൽ നിന്നുള്ള വെള്ളം എടുക്കാവുന്നത് എന്നുള്ളതാണ് ആ കരാർ. 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ കരാറ്. രവി, ബിയാസ്, സത്ലജ്, ഇതാണ് കിഴക്കൻ പുഴകൾ. ആ പുഴകളിലെ വെള്ളം മുഴുവൻ, പ്രത്യേകിച്ച് ഈ പഞ്ചാബിലെ കൃഷിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പുഴകൾ, അതിൻ്റെ അകത്ത് ഡാം കെട്ടൽ, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ലാതെ ഇന്ത്യക്ക് ചെയ്യാം. അതേസമയം ഈ പടിഞ്ഞാറൻ നദികൾ, സിന്ധു, ജലം, ചിനാബ്, അത് മുഴുവൻ പാകിസ്ഥാന് ആണ് ആ നദീജലത്തിലെ അവകാശങ്ങൾ. ആ നദികളിൽ ഇന്ത്യക്ക് ഈ പരിമിത ഉപയോഗമുണ്ട്. ഈ തടി കടത്താൻ, മത്സ്യബന്ധനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാം. പരിമിതമായ കാര്യങ്ങൾ ചെയ്യാം. ഈ കരാർ റദ്ദാക്കും എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതാണ് അറിയേണ്ടത്, നമുക്ക് കിഴക്കൻ പുഴകളിൽ പൂർണ്ണ അവകാശം ഉണ്ടല്ലോ. നമ്മൾ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന് അങ്ങോട്ട് നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, സിന്ധു, ജലം, ചിനാബ്, നമ്മൾ നമ്മുടെ അവകാശം പൂർണ്ണമാക്കും ആ നദികളിൽ. അതാണ് സംഭവിക്കുക. പാകിസ്ഥാന് സംഭവിക്കുന്നത് അവരുടെ ജലസേചന വഴികൾ. നമുക്കിവിടെ വേണ്ടി വന്ന പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകാതിരിക്കാൻ ഡാമുകളൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ ഡാമുകളുണ്ട്. ഷട്ടർ ഇട്ടാൽ പാകിസ്ഥാന് വെള്ളം കിട്ടത്തില്ല. അതെ, നമ്മൾ കുറെ നാള് പണിയാതിരുന്ന ഡാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പണി നമ്മൾ ചെയ്തിരുന്നതാണ് ആ വീഡിയോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാജ്യാന്തര പ്രത്യാഘാതങ്ങളും ഉണ്ടാവും. കാരണം ലോക ബാങ്ക് ഇടപെട്ടിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഈ കാരണങ്ങൾ നിരത്താൻ കഴിയുമല്ലോ ഈ നദീജല കരാറിൻ്റെ കാര്യത്തിൽ. അങ്ങനെ പക്ഷേ ഈ സിന്ധു നദിയുമായി സംബന്ധിച്ച് ഇപ്പം തന്നെ ഈ പാകിസ്ഥാനിലെ സിന്ധു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഹൽഗാം സംഭവിച്ചില്ലെങ്കിൽ വലിയ തോതിൽ അവിടെ ഒരു പ്രക്ഷോഭം, അതായത് ഖൈബർ പഖ്തൂൺഖ്വയും ബലൂചിസ്ഥാനും പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിന്ധു പ്രവിശ്യ. അവിടെ 6 പുതിയ കനാലുകൾ സിന്ധു നദിയിൽ പണിയാനായിട്ട് പാകിസ്ഥാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിനെതിരെ സിന്ധ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിന്ധ് പ്രവിശ്യ വരണ്ടു പോകും എന്നാണ് സിന്ധ് പ്രവിശ്യ ഭരണകൂടം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെതിരെ പയറ്റുന്ന വേറൊരു പ്രവിശ്യ കൂടി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, സിന്ധുമായി ബന്ധപ്പെട്ടിട്ട്, സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ട്. ആ സിന്ധു നദി തന്നെ നമ്മൾ കൈവശപ്പെടുത്തുന്നതാണല്ലോ കരാർ റദ്ദാക്കിയ സംഭവിക്കുന്നത്. അപ്പോൾ സിന്ധ് പ്രവിശ്യയുടെ
ജല അവകാശങ്ങൾ പാകിസ്ഥാൻ്റെ കേന്ദ്ര സർക്കാർ പിടിച്ചടക്കുന്നു. ഇത് സിന്ധിലെ കൃഷിയെ, ഈ 6 കനാലുകൾ പണിതാൽ സിന്ധിലെ കൃഷിയെ ബാധിക്കും, കൃഷി സ്ഥലങ്ങൾ വരണ്ടു പോകും എന്നുള്ളതാണ് സിന്ധ് പ്രവിശ്യയുടെ പരാതി. അപ്പോൾ കലാകാരന്മാർ, അവിടുത്തെ പാർട്ടികൾ, ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി ഒക്കെ, കലാകാരന്മാർ, കൃഷിക്കാർ എല്ലാവരും രംഗത്തിറങ്ങിയിട്ടുണ്ട് സിന്ധിൽ. അവിടെ ഈ റോഡ് ബ്ലോക്ക് ഒക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് ബലൂചിസ്ഥാൻ പോസ്റ്റിലെ റിപ്പോർട്ടിൽ കാണുന്നത്. $720 മില്യൺ പദ്ധതിയാണ് ഈ 6 കനാലിന് വേണ്ടി പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6128 കോടി രൂപയുടെ പദ്ധതി ഗ്രീൻ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളം അവിടെ പല കച്ചവടങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ചൈനീസ് പട്ടാളവും ചൈനയിൽ ഹോട്ടലുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതുപോലെ പാകിസ്ഥാൻ പട്ടാളം ചോലിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ മരുഭൂമിയിൽ അഗ്രി ബിസിനസ് നടത്താൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് സിന്ധു നദിയിലെ 6 കനാലുകൾ. പട്ടാളത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പട്ടാളം കൃഷി ചെയ്യാൻ പോകുന്നു, അഗ്രി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു, കാർഷിക ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 6 കനാലുകൾ. അപ്പോൾ ഈ വെള്ളം നിന്നാൽ ഈ കൃഷിയൊക്കെ നിൽക്കും, ഈ പരിപാടി നിൽക്കും. ഈ 6128 കോടിയുടെ ഈ പട്ടാളത്തിന്റെ പദ്ധതി ഇതോടുകൂടി പൂട്ടേണ്ടി വരും. ഈ എന്താണ് യുദ്ധമാണ്. അവകാശങ്ങൾ നമ്മൾ പാകിസ്ഥാന് ഇപ്പൊ വിട്ടുകൊടുത്തിട്ടുണ്ട്. ലോകബാങ്ക് ഇടപെട്ടിട്ട് പടിഞ്ഞാറൻ നദികളിൽ അത് നമ്മൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. സിന്ധു നദി നമ്മുടേതായിട്ടും അങ്ങ് സിന്ധു നദിയൊക്കെ നമ്മുടെയാണ്. സിന്ധു നദി മറ്റേ നാഗരികത എന്നൊക്കെ പറയുന്നതല്ലേ നമ്മള്. അപ്പൊ കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് അവിടെ ഖൈർപൂരില് വക്കീൽമാരുടെ ധർണ നടക്കുന്നുണ്ട്. ട്രാഫിക് ജാം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനില്, സിന്ധില്. ഖൈർപൂർ, പഞ്ചാബിനും സിന്ധിനും ഇടയ്ക്ക് റെയിൽ ട്രാക്കുകളിലും ഈ ഉപരോധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിന്ധ് പ്രവിശ്യ സമരത്തിലാണ് പാകിസ്ഥാനുമായിട്ട്. ഈ ഖൈബർ പഖ്തൂൺവയും ബലൂചിസ്ഥാനും പോലെ സിന്ധ് ഭരണകക്ഷി പാക് പീപ്പിൾസ് പാർട്ടിയും ഈ പദ്ധതിക്ക് എതിരാണ്. സഖ്യ സർക്കാരാണ് അവിടെ ഉള്ളത്. വേണമെങ്കിൽ ഈ സർക്കാർ വേണ്ടാന്ന് വെക്കാനും തയ്യാറാണെന്ന് ഈ ഭരണകക്ഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി മുറാദ് അലി ഷാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ബജറ്റിന് മുമ്പ് ഞങ്ങൾ ഈ പദ്ധതി തകർത്ത് കളയും, ഈ പട്ടാള പദ്ധതി തകർത്ത് കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിൽ, അവരുടെ പഞ്ചാബിലെ ഹൈദരാബാദിൽ സേവ് ഇൻഡസ് അവയർനെസ് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിന്ധിലെ അവസ്ഥ. അപ്പോൾ സിന്ധും പാകിസ്ഥാനിൽ നിന്ന് വേണമെങ്കിൽ വിഘടിച്ചു പോകാം. വെള്ളം കൂടെ കിട്ടാതെ വരുമ്പോൾ ഈ നിലവിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വലുതാവും. വളരെ വലിയ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺവ, അതുകൂടാതെ ഇപ്പോൾ സിന്ധു മേഖല കൂടെ ബാൾട്ടിക് മേഖല വേറെ പ്രശ്നമാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ഒരു ബലൂചിസ്ഥാൻ അല്ല, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടെ സിന്ധുവിനെയും കൂടെ ഒരു സംഘർഷ ഭൂമിയാക്കാൻ ഇടയാക്കും ഈ കുടിവെള്ളം, സിന്ധു നദിയുടെ വെള്ളം നിന്താൻ. നമ്മൾ കരാറ് റദ്ദാക്കിയാൽ പടിഞ്ഞാറൻ നദികളിലെ വെള്ളം കൂടി നമ്മൾ എടുക്കും. അത് എടുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണം പഞ്ചാബ് വളരെ ബലഭൂയിഷ്ഠുള്ളതായിട്ട് മാറും. നമ്മൾ പഞ്ചാബിന് വേണ്ടിയിട്ടാണ് അവിടെ ഡാമൊക്കെ രവി നദിയിലൊക്കെ. അതെ, ശരിക്കും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വെള്ളം കിട്ടാതെ പാകിസ്ഥാന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക 60 മുതൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ കരാറാണ്. അതെടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു. അതെ, സത്യത്തിൽ ഇതൊരു അവസരം കൂടിയാണ്. ഇതൊരു അവസരമാണ്. അത് ഒരു കമ്മീഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡാം പണിയാനും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 10-20 കൊല്ലം അത് വൈകിയത് കോൺഗ്രസ് വൈകിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മോദി സർക്കാർ വന്നപ്പോഴാണ് അത് ഒരു ഇച്ഛാശക്തിയോടെ എടുത്ത ഡാം നിർമ്മിച്ചത്. ഇനിയിപ്പോൾ ഷട്ടർ താഴ്ത്തിയാൽ മാത്രം മതി, പാകിസ്ഥാന്റെ പണി തരും. അതെ, അതിൻ്റെ കൂടെ ഈ ഹൈക്കമ്മീഷൻ ബോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഈ കർത്താർപൂർ ഇടനാഴി അത് അടച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുദാസ്പൂരിലെ സിഖുകാർക്ക് അവർക്ക് പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കർത്താർപൂർ ഇടനാഴി ഹൈക്കമ്മീഷൻ പൊട്ടിക്കഴിഞ്ഞാൽ ബന്ധം ഉഭയകക്ഷി ബന്ധം ഇല്ലാണ്ടായി. നമ്മൾ കഴിഞ്ഞ യുദ്ധകാലത്ത് ഈ അവരുടെ ഒരു സിഖുകാരുടെ ഒക്കെ ഒരു വിശുദ്ധ സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളഞ്ഞ് കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര വളഞ്ഞാണ് നമ്മൾ യുദ്ധമൊക്കെ ചെയ്തത്. അതൊക്കെയാണ് ഈ സഹിഷ്ണുതയുടെ പ്രശ്നം. ആവശ്യമൊന്നുമില്ലായിരുന്നു, അതങ്ങ് പിടിച്ചടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ യുദ്ധകാലത്ത്. അതെ, അല്ല ഞാൻ പറയുന്നത് അതല്ല, കർത്താർപൂരിനേക്കാളും ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഹൈക്കമ്മീഷൻ വേണം. ഹൈക്കമ്മീഷൻ, അതെ, കർത്താർപൂരിന്റെ കാര്യത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം അത് സിഖുകാർക്ക് ഒരു തടസ്സമായിട്ടേ അത് വരുള്ളൂ ആ തീരുമാനം. ഏതായാലും ഇന്ത്യ കടുത്ത നടപടികൾക്ക് നീങ്ങുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ മോദിക്ക് നാളെ UP-യിലെ സന്ദർശനം റദ്ദാക്കേണ്ട കാര്യമില്ല. പിന്നെ സൈനിക നടപടി വരാൻ പോകുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.